ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് നോർത്തേൺ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഹൈറ്റർബാഗ് എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റിയിലോട്ടാണ്. നമ്മൾ സിറ്റി കാണാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി പോകുന്നത്, ഞാനൊരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ ജർമ്മനിയിലോട്ട് വന്നത് ഔപെയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ്. കുറേ പേർക്കൊക്കെ ഔപെയർ എന്താണെന്നുള്ളത് ഓൾറെഡി അറിയാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ജർമ്മനിയിൽ ഔപെയർ എടുത്ത് വന്നിട്ട് പെട്ട് നിൽക്കുന്ന ഒരാളെങ്കിലും അറിയാത്ത ജർമ്മൻ മല്ലൂസ് വളരെ കുറവായിരിക്കും. നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനോ വേറെ എന്തെങ്കിലും ഹൗസ് ബിൽഡിങ്ങിനോ ജർമ്മനിയിലോട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന എല്ലാവരുടെയും മുമ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഔപെയർ എടുത്തിട്ട് വരണോ എന്നുള്ളത്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതിനകത്ത് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അവെയർനെസ് ഇല്ലാണ്ട് ജർമ്മനിയിലോട്ട് കയറി വന്ന് എങ്ങനെയെങ്കിലും ജർമ്മനിയിലോട്ട് എത്തിപ്പെടണമെന്ന് വിചാരിച്ച് ഇവിടെ എത്തിപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും പെടും. ഇത് കേട്ടിട്ട് വിചാരിക്കരുത് ഔപെയർ എന്ന് പറയുന്നത് വളരെ മോശമാണ്, വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഔപെയർ ആക്ച്വലി നല്ലൊരു പ്രോഗ്രാമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാ ഡൈമെൻഷൻസും കൃത്യമായിട്ട് അറിയാതെ ഒരിക്കലും നമ്മളിത് ചൂസ് ചെയ്യരുത്. ഇതിൽ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഗൈസ്. എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസും അതുപോലെ ഒപ്പീനിയനും വെച്ചിട്ട് നമുക്ക് ഔപെയറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നാട്ടിലുള്ള ഔപെയർ ചൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരോട്, ഇവിടെ ജർമ്മനിയിൽ ഉള്ള മലയാളീസ് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള ഔപെയർസിൻ്റെ സിറ്റുവേഷൻസ് നാട്ടിലുള്ള പിള്ളേർക്ക് ഷെയർ ചെയ്യുമ്പോൾ നാട്ടിലുള്ള പിള്ളേരുടെയൊക്കെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ അവിടെ പോയി സെറ്റായില്ലേ, ഞങ്ങളും കൂടെ എങ്ങനെയെങ്കിലൊക്കെ വന്നോട്ടെ എന്നായിരിക്കും. ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഔപെയർ എടുത്ത് ഇവിടെ വന്ന് പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക ഈ പറഞ്ഞവരെ തന്നെയായിരിക്കും. സോ ഗൈസ്, നിങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു 4-5 ഔപെയർസിന് എടുത്ത് ചോദിക്കുക എന്താണ് അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് എന്നുള്ളത്. അതിനുശേഷം മാത്രം തീരുമാനിക്കുക. സോ ഗൈസ്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് തിരികെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആള്, തോമസ്, എൻ്റെ ഹോസ്റ്റ് മദറിൻ്റെ ഫാദർ. ഞങ്ങൾ ആക്ച്വലി ഒരു രക്ഷയില്ലാത്ത ബോണ്ടാണ് ഗൈസ്. പിന്നെ ഇവളാണ് പീല. കുറേ നാൾ കാണാതിരുന്നോണ്ട് പീലനെയൊക്കെ ഒത്തിരി മിസ് ചെയ്തായിരുന്നു ഞാൻ. ഫ്രീ ഉള്ള ടൈമിലൊക്കെ ഞാനും തോമസും കൂടെ എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും പീല. നല്ല ക്ലൈമറ്റ് ആയിരുന്നുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഫുട്ബോളൊക്കെ തട്ടി കളിച്ചു ഗൈസ്. അപ്പോഴേക്കും തോമസ് ഗ്രില്ലിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരാരും തന്നെ മീറ്റൊന്നും കഴിക്കില്ല ഗൈസ്. തോമസ് ആണെങ്കിൽ ഫിഷാണ് ആ പട കഴിക്കുക, ബാക്കി എല്ലാവരും തന്നെ വെജിറ്റേറിയൻസും ആണ്. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും എന്തെങ്കിലും ഉണ്ടാവും. ഇപ്രാവശ്യം അവർ ചിക്കനാണ് എനിക്ക് വാങ്ങിയത്. തോമസ് നല്ല അടിപൊളിയായിട്ട് ജർമ്മൻ ഫുഡ് കുക്ക് ചെയ്യും. അതുപോലെ വല്ലപ്പോഴും എൻ്റെ കുക്കിംഗ് സ്കിൽസും ഞാനും കാണിച്ചു കൊടുക്കാറുണ്ട്. എനിക്കിങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡും ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ കൂടെ അഡാപ്റ്റ് ആവാൻ അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഔപെയർ ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷം ആവാറായെങ്കിലും ഇപ്പോഴും ഞാൻ അവരുടെ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. ഒരാളെ കൂടെ പരിചയപ്പെടുത്താനുണ്ട് ഗൈസ്. ഇതാണ് റൂബൻ. തോമസ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത് റൂബനായിട്ടാണ്. റൂബൻ ആക്ച്വലി ഒരു ഇൻഫ്ലുവൻസർ ആണ്. നമുക്ക് ചില ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, നമ്മളെ ജഡ്ജ് ചെയ്യില്ല എന്നാൽ കറക്റ്റ് ചെയ്യും, പിന്നെ നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മളെ സപ്പോർട്ടും ചെയ്യും. ആ ഒരു ഫ്രണ്ടാണ് റൂബൻ. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഔപെയറിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അതുപോലെ DM ചെയ്യാം. പിന്നെ നമുക്കതൊക്കെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ പിന്നീട് ചെയ്യാം. ചാവ് ചാവ്.